നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും ഇന്നലെ ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞതോടെ ആ ഒരു കിരീട പോരാട്ടത്തിൽ സിറ്റി ഒരല്പം താഴേക്ക് പോയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ കളി കഴിഞ്ഞിട്ട് പെപ്പ് തന്നെ പറഞ്ഞു, ഇനി കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലില്ല. ബെർണാഡോ സിൽവയും അത് തന്നെ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്കിനി ആഴ്സണലുമായിട്ട് കളിയില്ല, ഞങ്ങൾക്കിനി ലിവർപൂളുമായിട്ട് കളിയില്ല, അതുകൊണ്ട് അവർ പോയിന്റ് ഡ്രോപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സാധ്യതയുള്ളൂ, കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലല്ല എന്ന്. ഏതായാലും ഇപ്പോൾ 29 കളികളിൽ നിന്ന് 67 പോയിന്റുമായിട്ട് ലിവർപൂൾ ഒന്നാമതും 29 കളികളിൽ നിന്ന് 65 പോയിന്റുള്ള ആഴ്സണൽ രണ്ടാമതും അത്രയും കളികളിൽ നിന്ന് 64 പോയിന്റുള്ള മാഞ്ചസ്റ്റർ സിറ്റി മൂന്നാമതുമാണ്. കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. പക്ഷേ നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പെർഫോമൻസ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ ടോപ്പ് 5 നിൽക്കുന്ന ടീമുകളോട് ഒറ്റ കളി പോലും അവർ ഈ സീസണിൽ വിജയിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആഴ്സണലുമായിട്ട് നേരത്തെ ഏറ്റുമുട്ടിയപ്പോൾ 1-0 തോറ്റു. ലിവർപൂളിനോട് 1-1 സമനില. ടോട്ടൻഹാമിനോട് നടന്ന മത്സരം 3-3 സമനില. ആസ്റ്റൺ വില്ലയോട് 1-0 തോറ്റു. ലിവർപൂളുമായിട്ട് വീണ്ടും ഏറ്റുമുട്ടിയപ്പോൾ 1-1 സമനില. ഇതാ ആഴ്സണലിനോട് ഗോൾ രഹിത സമനില. ചുരുക്കത്തിൽ ഇപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് പട്ടികയിൽ ടോപ്പ് 5 നിൽക്കുന്ന ഒറ്റ ടീമിനോടും ഈ സീസണിൽ പെപ്പ് ഗാർഡിയോളയുടെ ടീം വിജയിച്ചിട്ടില്ല, കഴിഞ്ഞില്ല. ഇനി ബിഗ് സിക്സ് ഉണ്ടല്ലോ, പ്രീമിയർ ലീഗിൻ്റെ വിഖ്യാതമായ ബിഗ് സിക്സ്, അവരോട് ഈ സീസണിൽ ഏറ്റുമുട്ടിയപ്പോൾ ആകെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ മാത്രമേ തോൽപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. ഒന്ന് നോക്കാം ആ റിസൾട്ടുകൾ. ആഴ്സണലിനോട് 1-0 തോൽവി, യുണൈറ്റഡിനോട് 3-0 വിജയം, ചെൽസിയോട് 4-4 ഡ്രോ, ലിവർപൂളിനോട് 1-1 ഡ്രോ, സ്പേഴ്സിനോട് 3-3 ഡ്രോ, വീണ്ടും ചെൽസിയോട് 1-1 ഡ്രോ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ 3-1 വീണ്ടും തോൽപ്പിച്ചു, ലിവർപൂളുമായിട്ട് 1-1 ഡ്രോ, ആഴ്സണലിനോട് 0-0 അതായത് ഗോൾ രഹിത സമനിലയുടെ ഡ്രോ. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്ന യുണൈറ്റഡിനെ മാത്രമേ ഈ ബിഗ് സിക്സിൽ ഇത്തവണ പെപ്പ് ഗാർഡിയോളയുടെ ടീം തോൽപ്പിച്ചിട്ടുള്ളൂ. ഇത് സാധാരണ നമ്മൾ സിറ്റിയുടെ കാര്യത്തിൽ കാണാറുള്ള ഒരു കാര്യമല്ല എന്നതുകൂടി ഓർക്കുക. ഏതായാലും സിറ്റി വമ്പന്മാരോട് ജയിക്കാൻ മടിക്കുന്നു, സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പം ഈ കളിയിൽ ഇത്തിഹാദിൽ ഗോൾ അടിക്കാതെ വന്നതോടുകൂടി 57 മത്സരങ്ങൾ ഹോം ഗ്രൗണ്ടിൽ തുടർച്ചയായി ഗോളടിച്ച് വന്ന ആ സ്ട്രീക്ക് അവിടെ അങ്ങ് അവസാനിച്ചിരിക്കുന്നു. അതുപോലെ 2015 ശേഷം ആദ്യമായിട്ട് ഇത്തിഹാദിൽ നിന്ന് ക്ലീൻ ഷീറ്റുമായിട്ട് ആഴ്സണൽ മടങ്ങുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.